ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അത് 3-4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്ക് അടക്കം ഉണ്ടാക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ആദ്യം നമ്മൾ 1 കിലോ ബീഫ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയൊരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അപ്പോൾ നമ്മൾ 150 ഗ്രാം ചെറിയ ഉള്ളി എടുത്തുക്കണം കേട്ടോ. വെല്ലുള്ളി ഇറങ്ങിക്കാട്ടും നല്ല ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ചെറിയ ഉള്ളിയിലാണ്. അപ്പം നമ്മൾ ആ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇടുകയാണ്. ചെറിയ ഉള്ളിൻ്റെ ഗുണം നല്ല മണമുണ്ടാവും, വെല്ലുള്ളി അത്ര പോരാ. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗരം മസാല ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി കിട്ടും, അതും നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടുന്നത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാ കളറൊന്നും ഉപയോഗിക്കരുത്, ശരീരത്തിന് കേടാണ്. പിന്നെ ഈ ചെറിയ സ്പൂണിൽ 2 സ്പൂൺ മുളക് പൊടി, ഇനി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇത്തിരി മല്ലിയില. ഇനി നമുക്കിതൊന്ന് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്താ ഗൈസ്, അപ്പം നമ്മുടെ നന്നായി കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഇത്തിരി പെരിഞ്ചീരകം ഇടാം. പിന്നെ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. ചിലർ ഓയിലൊക്കെ ഒഴിക്കും. ഓയിലിനെക്കാട്ടും നല്ല അറിയെങ്കിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ. അതാകുമ്പോൾ നല്ല മണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ചെയ്യണ കാരണം ഈ ഇറച്ചി തന്നെ ഉണ്ടാവും വെള്ളം. അപ്പം നമുക്ക് മൂടി വെക്കാം. 4 വിസിലാണ് കേട്ടോ കണക്ക്. ഈ 4 വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ആയതൊന്ന് തുറക്കാം. പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കളറിൽ വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കേണ്ടത് അത്ര വെള്ളമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡ്രൈ ആക്കാൻ കാരണം വെള്ളം വേണം. ഇനി നമുക്ക് ഈ കുക്കറിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വറ്റുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അപ്പോൾ ഞാനത് കുറേ ഒരു വീഡിയോ കണ്ടപ്പോൾ മുതൽ പറയാൻ തുടങ്ങിയത് അമ്മാൻ്റെ അടുത്ത് ഇതൊന്നും ഉണ്ടാക്കാം, ബീഫ് വാങ്ങി തരുമെന്ന്. അപ്പം അമ്മ പറഞ്ഞിരുന്നു പറ്റില്ല, ബീഫൊക്കെ നല്ല റേറ്റാണ്. അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് എൻ്റെ ഉമ്മാൻ്റെ വാപ്പന ഇപ്പാന്ന് വിളിക്കുക. ഇപ്പം എനിക്ക് ബീഫ് വാങ്ങി കൊടുത്തയച്ച്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക്. ഇപ്പോൾ നോമ്പ് പറഞ്ഞ ടേസ്റ്റ് നോക്കാം. ഓക്കെ ബൈ.